നമസ്കാരം, ശ്രീചറായിയാണ്. അങ്ങനെ പത്തനാപുരത്തും കൂടി ഒരു കന്യാസ്ത്രീ കിണറ്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സിസ്റ്റർ അഭയെ പോലെ തന്നെ ചോരപ്പാടുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പത്തനാപുരത്തൊരു സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന സിസ്റ്റർ, ഒരു കന്യാസ്ത്രീ കിണറ്റിൽ മരിച്ച നിലയിൽ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കന്യാസ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞാണ്. പിന്നെ ഇന്നലെ ഇന്നുമായിട്ടൊക്കെ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു 5 കന്യാസ്ത്രീകൾ നിരാഹാര സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് പണ്ടത്തെ ഒരു കഥ, പല പല പീഡനങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സിസ്റ്റർമാർ തന്നെ 5 പേര് ഓപ്പണായിട്ട് ഈ കാര്യങ്ങൾ പറയാനായിട്ട് ഇറങ്ങി. എന്നിട്ട് അവരുടെ പോസ്റ്ററിൽ എന്താണ്, സിസ്റ്റർമാരുടെ അല്ലെങ്കിൽ കന്യാസ്ത്രീയുടെ മാനത്തിൻ്റെ വില വെറും 10 ഏക്കറോ അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെടുന്നു, നീതി വേണമെന്ന് പറഞ്ഞ് കന്യാസ്ത്രീകൾ സഭയിലെ തന്നെ അല്ലെങ്കിൽ ആ ക്രിസ്ത്യൻ സമൂഹത്തിലെ ഏറ്റവും ദൈവികമായിട്ട് അവർ കാണുന്ന ആ കന്യാസ്ത്രീകൾ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമരം നടത്തിയിട്ടും ഇവിടുത്തെ ഈ ക്രിസ്തുമത വിശ്വാസികൾ എന്തുകൊണ്ട് ഓപ്പണായിട്ട് വന്നിട്ട് ആരും പ്രതികരിക്കുന്നില്ല എന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. ക്രിസ്തുമത വിശ്വാസികൾ മാത്രമല്ല, ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, എല്ലാ രാഷ്ട്രീയക്കാരും, ഞാൻ വിശ്വസിക്കുന്ന ആ പ്രസ്ഥാനത്തിലെ രാഷ്ട്രീയക്കാരുൾപ്പെടെ എല്ലാവരും ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്ന് അറിയുമ്പോൾ വളരെ ബുദ്ധിമുട്ട് തോന്നുന്നു. അതിൽ അവർ തെരുവിലിറങ്ങേണ്ട അവസ്ഥ വരെ എത്തി. ഇപ്പോൾ മറ്റൊരു കൊലപാതകം, സിസ്റ്റർ അഭയുടെ ആ കൊലപാതകത്തെക്കുറിച്ച് അറിയാമല്ല. അതിനകത്ത് പ്രതികളായ പള്ളിയിലച്ചന്മാർ ഇപ്പോഴും പള്ളിയിലൊക്കെ കുർബാനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ അവസ്ഥയാണ് വളരെ പരിതാപകരമായ അവസ്ഥ. ഇത്ര നാളും സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണാൻ നേരത്ത് അവർ മിണ്ടാണ്ട് സഹിച്ച് ജീവിച്ചിരുന്ന പോലെയാണ് നമുക്ക് എല്ലാവരും, ഇത് കാണുന്നവർക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യണം. എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ സമൂഹം ഓപ്പണായിട്ട് ഈ വിഷയത്തിൽ ഈ സിസ്റ്റർമാർക്ക് അല്ലെങ്കിൽ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങാത്തതെന്ന് വിചാരിക്കുമ്പോൾ എന്താണെന്നൊന്നും മനസ്സിലാകാനില്ല. അതുമാത്രമല്ല, സാംസ്കാരിക നായകന്മാർ സ്വയം പറയാനുണ്ട്, സാംസ്കാരിക നായകന്മാർ, ഇവരൊക്കെ എവിടെ പോയി എന്നൊരു പിടുത്തുള്ളൂ. സ്ത്രീകൾക്കെതിരെ ഇത്രയും വിഷയങ്ങളുണ്ടായിട്ട് ഈ സഭയുടെ സാമ്പത്തിക സ്രോതസ്സ് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവർ ഒത്തൊരുമ കണ്ടിട്ടാണ് ഇവരാരും മിണ്ടാത്തതെന്ന് നമ്മയൊക്കെ ചിന്തിച്ച് പോകേണ്ടി വരും. കാരണം ഇത്ര വലിയൊരു വിഷയം ഉണ്ടായിട്ട്, പീഡനം ഉണ്ടായിട്ട് ആ ബിഷപ്പിനൊന്നും അറസ്റ്റ് ചെയ്യാൻ വരെ സാധിച്ചിട്ടില്ല. വലിയ നടനായ ദിലീപിനെയൊക്കെ കുറച്ച് നാൾ ഒരു 80 ദിവസത്തോളം ജയിലിടാൻ പറ്റി. എന്തുകൊണ്ട് ഈ ബിഷപ്പിനൊന്നും അകത്തിടാൻ പറ്റാനില്ല? ഇത് ഈ സർക്കാരിൻ്റെയൊക്കെ പരാജയം തന്നെ. ഇവിടെ ഭരിക്കണ ഈ സർക്കാർ, അവരെല്ലാവരും ഈ സഭയ്ക്ക് കീഴടങ്ങി പോയി. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ വികാരങ്ങളല്ലാതെ ഈ പൈസ കണ്ടുകൊണ്ട്, സഭയുടെ സാമ്പത്തിക സ്രോതസ്സ് കണ്ടുകൊണ്ട് തന്നെയാണ് ഇവർ കാണിക്കുന്നത്. ആ സിസ്റ്റർമാർക്കൊക്കെ ഒരു വിലയില്ലാത്ത അവസ്ഥ. അവർ പീഡിപ്പിക്കപ്പെടുന്നതാണ്. ഈ പീഡിപ്പിക്കപ്പെട്ട സിസ്റ്റർ എന്ന് പറയുന്ന ആ വ്യക്തി തന്നെ അപകടത്തിൽപ്പെടുത്താൻ വരെ നോക്കിയ സമയമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരും പ്രതികരിക്കണില്ല, അറിയില്ല. ഇപ്പം ഞങ്ങളൊക്കെ പ്രതികരിച്ച് വന്നാൽ അത് എന്തിനോ വേണ്ടി, അതായത് നിങ്ങളുടെ മുന്നിൽ നിങ്ങളൊക്കെ ഞങ്ങൾ ഭയങ്കര ഹിന്ദു വർഗീയവാദികളൊക്കെ ആക്കിയിരിക്കണല്ലേ. പക്ഷെ പറയേണ്ടി വരും, കാരണം ഇവിടുത്തെ അവസ്ഥ അതാണ്. അതുപോലെ ഈ പ്രതികരിക്കുന്ന സിസ്റ്റർമാരോട് പറയാം, നിങ്ങൾ ആ തിരുവസ്ത്രം ഉപേക്ഷിച്ചിട്ട് പ്രതികരിക്കുക, ധൈര്യമായിട്ട് പ്രതികരിക്കുക. അത് ഇട്ടുകൊണ്ട് തന്നെ പ്രതികരിക്കണമെന്നൊന്നില്ല. ശരിക്കും ഒരു FB പോസ്റ്റ് കണ്ട പോലെ തന്നെ പറയാനാണ്. അതായത് ക്രിസ്തു ക്രൂശിലേറ്റപ്പെട്ടത് സ്വന്തം ആൾക്കാരുടെ ആ ക്രൂരത കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ കന്യാസ്ത്രീകളും അനുഭവിച്ചിരിക്കുന്നത്. സ്വന്തം ആളുകൾ തന്നെയാണ് ക്രിസ്തുവിനെ അതായത് ക്രിസ്തുവിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കന്യാസ്ത്രീകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്നും മനസ്സിലാക്കിയിട്ട് നമുക്കൊരു പൊതുസമൂഹത്തിന് ആ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഒന്ന് നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അവരുടെ അവസ്ഥ, അവർ പരിതാപകരമായിട്ട് ഇവിടെ പോയിട്ട് തെരുവിൽ പോയിട്ട് ഇങ്ങനെ ഒരു ഉപവാസം നടത്തേണ്ട അവസ്ഥ. ക്രിസ്തുമത വിഭാഗം ഇതിന് പൂർണ്ണമായിട്ട് ഇറങ്ങണം. ഞങ്ങളൊക്കെ ഏതായാലും ആ ഒരു സ്ത്രീകൾക്ക് വേണ്ടി പിന്തുണയായിട്ട് ഒപ്പം തന്നെ ഉണ്ടാകും. നിങ്ങൾ ആ തിരുവസ്ത്രം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് വന്നിട്ട് പ്രതികരിക്കുക. ഈ തിരുവസ്ത്രം ഇട്ടാൽ തന്നെ നിങ്ങൾ വളരെ ഇതായിട്ട് കാണുന്ന ആ തിരുവസ്ത്രം ഇട്ടാൽ തന്നെ ഞങ്ങളൊക്കെ ഒപ്പം ഉണ്ടാവും. പക്ഷെ രാഷ്ട്രീയക്കാർ ഇവരൊക്കെ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്ന് അറിയാൻ നേരത്ത് വളരെ വളരെ വളരെയേറെ സങ്കടമുണ്ട്. വനിതാ കമ്മീഷൻ ഉണ്ട് നമ്മുടെ ഇവിടെ. അതായത് തെറ്റുകൾ സ്വാഭാവികം എന്ന് പറയുന്ന ഒരു വനിതാ കമ്മീഷൻ നമ്മുടെ കേരളത്തിലുണ്ട്. അവർ വരെ ഈ വിഷയത്തിലൊന്നും ഒരു പ്രതികരണം പോലും നടത്തണേ. ശരിക്കും നമ്മ എല്ലാവരും സർക്കാരാണെങ്കിൽ എന്ത് ഈ വിഷയത്തിലൊന്നും ഒരു ഡയലോഗ് പോലെ ഇറക്കണല്ലോ. ഉത്തരേന്ത്യയിലേക്ക് എന്തെങ്കിലും സംഭവങ്ങൾ നടന്നാൽ ഈ കുരക്കണ ആൾക്കാർ ഇവിടെ ഒന്നും മിണ്ടണം കൂടി ഇല്ല. ഇനി ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലല്ല, വേറെ അല്ലെങ്കിൽ സ്വാമിമാരോ ഏതെങ്കിലും സംഭവമൊക്കെയാണ് ഈ വിഷയത്തിൽ പെടണമെങ്കിൽ എൻ്റെ പൊന്നോ, ഇതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ DYFIക്കാരൊക്കെ വന്നിട്ട് ആശ്രമം തല്ലിപ്പൊളിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടാക്കി. DYFIക്കാരൊക്കെ എവിടെ വിളിച്ചിരിക്കണമെന്ന് ഒരു പിടുത്തില്ല. ഇതൊക്കെ ഒന്നും ഇവിടെ ഉള്ളവരൊന്നും മനസ്സിലാക്കണമെന്നല്ല. ഏതായാലും ഞങ്ങളെപ്പോലുള്ളവർ ആ സ്ത്രീകളുടെ, ആ കന്യാസ്ത്രീകളുടെ ആ അവകാശത്തിന് വേണ്ടി അവർക്കൊപ്പം ഫേസ്ബുക്ക് വഴിയെങ്കിൽ ഫേസ്ബുക്ക് വഴി അവരൊപ്പം ഉണ്ടാവും. ഇതൊന്നും അറിയിക്കാൻ വേണ്ടിയായിരുന്നു.
അപ്പോൾ നിങ്ങൾക്കിത് പറ്റുമെങ്കിൽ ചെയ്യേണ്ട കാര്യം തിരുവസ്ത്രം ഉപേക്ഷിച്ചിട്ട് ധൈര്യമായിട്ട് അവർക്കെതിരെ ഓപ്പണായിട്ട് നിങ്ങൾ പ്രതികരിക്കുക. ഞങ്ങൾക്ക് ഒപ്പം തന്നെ ഉണ്ടാവും. നന്ദി, നമസ്കാരം.